ഏതാണ്ട് 25 ലക്ഷത്തോളം കുട്ടികളുടെ ജീവിതം വെച്ചുള്ള കളി, അതാണ് കേന്ദ്ര ഗവൺമെന്റ് CBSE നടത്തിക്കൊണ്ടിരുന്നത്. പരീക്ഷ എഴുതി എന്തുമാത്രം കഷ്ടപ്പെട്ട് പഠിച്ചാണ് പോയി പരീക്ഷ എഴുതുന്നത്. അവസാനം അതിന് തോന്നുന്നത് പോലെ അത് വാല്യൂ ചെയ്യുക പേപ്പർ. അതിനെ ഏൽപ്പിച്ചേക്കുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു, കോയംറ്റ്. അതാണ് കോയംറ്റ് എഡ്യൂക്കേഷൻ, അതാണ് എഡ്യൂടെക് എന്ന് പറയുന്ന ഒരു കമ്പനി. ആ കമ്പനിയുടെ ഉടമകളെന്ന് പറയുന്നവരുമായിട്ട് നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് അയാൾക്ക് വളരെ അടുപ്പമുണ്ട്. അയാളുടെ ആൾക്കാരാണ് ഇവര്. അപ്പൊ അവർക്ക് വഴിവിട്ട് ഈ കമ്പനിക്ക് ഈ കോൺട്രാക്ട് കൊടുത്തതാണ്. വലിയ തുകയുടെ ഇടപാടാണ്. അപ്പം അതില് ഏതായാലും ശരി, വാല്യുവേഷൻ ഒന്നും പ്രോപ്പറായിട്ട് നടന്നില്ല. ഇതെല്ലാം ആയി കുട്ടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞിട്ട് അവര് ഈ പുനർനിർണയത്തിന്, മൂല്യനിർണയത്തിന് അപേക്ഷിക്കാനായിട്ട് പോയി. അതൊരു പോർട്ടലിലൂടെ വേണം ചെയ്യാൻ. ഇത്രയും നാളായിട്ട് ആ പോർട്ടൽ ഇന്നലെയാ ശരിയാവുന്നത്. 1-ാം തീയതി ശരിയാവും, അതിനു മുമ്പ് 1-ാം തീയതി മുതൽ എല്ലാം കാണും എന്ന് പറഞ്ഞു. 1-ാം തീയതി നടന്നിട്ടില്ല. അവസാനം ഇന്നലെ അത് ശരിയായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അത് പോർട്ടലിൽ കയറി രജിസ്റ്റർ ചെയ്യണം. അതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ ഇത് IIT നോക്കിയ ആളുകളൊക്കെ വന്ന് ചെയ്തതാണ്. ഒന്നും നടന്നില്ല ഇത്രയും നാളായിട്ട്. കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ടിട്ട് ലേലം വിളി ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ധർമ്മേന്ദ്ര പ്രധാൻ ചെയ്ത കാര്യം എന്ന് പറയുന്നത് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ കോയംറ്റ് എഡ്യൂടെക് എന്ന് പറയുന്ന കമ്പനിക്ക് അവരെ യഥാർത്ഥത്തിൽ കരിമ്പട്ടികപ്പെടുത്തിയിരുന്ന കമ്പനിയാണ്. അവർക്ക് ഈ കോൺട്രാക്ട് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിൻ്റെ ടേംസ് ഇയാൾ അങ്ങ് മോഡിഫൈ ചെയ്ത് എന്താണ്, ഈ കരിമ്പട്ടികപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിൽ ഈ കോൺട്രാക്റ്റിന് അർഹതയില്ല എന്നുള്ള ക്ലാസ് അങ്ങ് വെട്ടിമാറ്റി. അതങ്ങ് മാറ്റി കഴിഞ്ഞപ്പോൾ അവർക്ക് അർഹതയായി. അയാളുടെ ആളുകൾക്ക് കൊടുക്കണം. സ്വജനപക്ഷപാതം എന്ന് പറയുന്നതാണ് നമ്മൾ അവിടെ കണ്ടത്. ഓരോരുത്തരും ഇവിടെ വേറെ വലിയ വലിയ ആളുകൾക്ക് വേണ്ടി ചെയ്യും. അംബാനിക്കും അദാനിക്കും ഒക്കെ വേണമെങ്കിൽ എന്തും വഴിവിട്ട് സഹായിക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അങ്ങനെ ഉള്ളപ്പോ ഇയാളൊരു ഒരു 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 ചെറിയ ഇടപാട് നടത്തിയതാണിത്. ധർമ്മേന്ദ്ര പ്രധാൻ അയാൾ ചെയ്തെന്ന് പറഞ്ഞാൽ അയാളുടെ ആളുകൾക്ക് ഇതങ്ങ് കൊടുക്കണമെങ്കിൽ അതിനാദ്യം അവർ കരിമ്പട്ടികയിലുള്ള കമ്പനിയാണ്, കൊടുക്കാൻ പറ്റത്തില്ല. അതെന്നപ്പോ ആ കരിമ്പട്ടികയിലുള്ള കമ്പനിക്ക് അർഹതയില്ല എന്നുള്ളത് അങ്ങ് മാറ്റി. അത് കൂടാതെ ഉള്ള 1-2 വ്യവസ്ഥകളും അയാൾ അങ്ങ് മാറ്റി. അതായത് ഇതിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ അവരെ അയോഗ്യരാക്കും എന്നുള്ള ആ വ്യവസ്ഥ ഉണ്ടായിരുന്നു. അതും മാറി. അവരെ കരിമ്പട്ടികയിൽപ്പെടുത്തും എന്നുള്ളത് അതുകൊണ്ട് അതും അങ്ങ് മാറ്റി. അങ്ങനെയാണ് ഇഷ്ടക്കാർക്ക് അദ്ദേഹം ഇത് കാഴ്ചവെച്ചത്. ഇത് വളരെ മോശമായ രീതിയിൽ ഇതിന്റെ പ്രകടനം നടന്നു. ഏതായാലും ഇത്തരം വിദ്യാർത്ഥികളുടെ ഭാവി ഏതാണ്ട് ഇരുട്ടിലാക്കി കുറെ നാളത്തേക്കെങ്കിലും. ഇനി അത് ശരിയായി കിട്ടുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അതുപോലുള്ള ശരിയായ മൂല്യനിർണ്ണയം നടക്കണം. അപ്പോൾ അതിനവസാനം എന്താ, പ്രധാനമന്ത്രി ഇടപെട്ടു. പ്രധാനമന്ത്രി ഏതെങ്കിലും വിധത്തിൽ ഇത് ശരിയാക്കണമല്ലോ, അല്ലെങ്കിൽ കുറെ ബുദ്ധിമുട്ട് വരും എന്ന് മനസ്സിലാക്കി. കാരണം ഈ പ്രശ്നത്തില് ഈ കോക്രോച്ച് ജനതാ പാർട്ടി, അതായത് CJP എന്ന് പറയുന്ന പാറ്റകൾ എന്ന് പറയുന്ന ആളുകൾ, അവരും ഇപ്പൊ രംഗത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവര് നാടാകെ ഇതിന് പ്രക്ഷോഭം ആയിട്ട് നടത്താനായിട്ട് ഇരിക്കുകയാണ്. ആ രീതിയായി അവരെ സോഷ്യൽ മീഡിയ കോണ്ടാക്ട്സ് ഒക്കെ തടയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സർക്കാർ. കാരണം അങ്ങനെ ഒരു വിമത സ്വരം ഉയർന്നു വരുന്നത് ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല. സ്വേച്ഛാധിപതികൾക്ക് പ്രത്യേകിച്ചും വിമത സ്വരം ഉയർന്നു വരിക എന്ന് പറയുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഏതായാലും അങ്ങനെയുള്ള ഒരു കാര്യം ഇപ്പോൾ ഉണ്ടായി. അപ്പം ഇപ്പൊ അവസാനം ഒരു മാർഗമില്ല. ഈ ധർമ്മേന്ദ്ര പ്രധാനെ അത് പുറത്താക്കണം, മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം, അയാളെ രാജിവെപ്പിക്കണം എന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു, പ്രതിപക്ഷ നേതാവ്. പക്ഷെ അതിനൊന്നും മുഖം കൊടുക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. ഇയാൾക്ക് അയാളുടെ മുഖം രക്ഷിക്കാൻ ഒരു മാർഗവുമില്ല. അപ്പം പ്രധാനമന്ത്രി മുഖം രക്ഷിക്കാനായിട്ടൊരു പണി ചെയ്തു. കാരണം ഇതില് CBSE ചെയർമാനായിട്ടുള്ള രാഹുൽ സിംഗ്
അതുപോലെ സെക്രട്ടറി ഹിമാൻഷു ഗുപ്ത എന്നിവരെ അത് തൽസ്ഥാനങ്ങളിൽ നിന്ന് സ്ഥലം മാറ്റി അവർക്ക് വേറെ ജോലി കൊടുത്തു. അവർക്ക് വേറെ ലാഭമുള്ള ആളുകളാണ്. അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അവരെ ഇതിൽ നിന്ന് മാറ്റി. ആ പടി ചെയ്തേക്കുന്ന കാര്യം അതാണ്. ഇത്രയും കുട്ടികളുടെ ഭാവി തുലാസിലാക്കിയ ഈ പ്രശ്നത്തില് ഈ മുകളിലുള്ളവരെല്ലാം അങ്ങ് വെറുതെ വിട്ടു. അതിന് മന്ത്രി ഉൾപ്പെടെ ഉള്ളവർക്ക് അതിൽ ഉത്തരവാദിത്വമൊന്നുമില്ല എന്നുള്ള ഒരു രീതിയാണ്. എന്നാലും ഇത് മന്ത്രിയുടെ അടുപ്പക്കാർക്കാണ് ഇത് കൊടുത്തേക്കുന്നതെന്നുള്ളത് പകൽ പോലെ ഉള്ളതാണ്. പക്ഷേ അതുമെല്ലാം കളഞ്ഞിട്ട് ഈ രീതിയിലേക്ക് പോയി കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും ശരി, വളരെ ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങൾക്കുണ്ടായി. ഒരുപാട് പേർക്ക് അവർക്ക് അത് ശരിയാകും എന്ന് നമുക്ക് ആശ്വസിക്കാം. ശരിയാകണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതേ പറയാൻ പറ്റുള്ളൂ. കാരണം എല്ലാവരുടെ ഭാവി തന്നെ തുലാസിലാണ്. CBSE എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഈ രീതിയിൽ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഓരോരുത്തർ ഈ കോയംബട്ടൂർ എഡ്യൂടെക് എന്ന് പറയുന്ന ഇതുപോലുള്ള കമ്പനികൾ, അതായത് ഇതിന് വേണ്ട പ്രായോഗിക വിവരം ഒന്നും ഇല്ലാത്ത ആളുകളാണ്. അവരെയൊക്കെ പിടിച്ച് ഇത് ഏൽപ്പിക്കുകയാണ്. മാത്രമല്ല ഇവർക്ക് ആൾറെഡി കരിമ്പട്ടിയിലുള്ളവരാണ്. അങ്ങനെയുള്ളവരെയാണ് ഇത് കൊടുത്തത്. ഏതായാലും ഈ കുഞ്ഞുങ്ങളുടെ ഭാവി എന്ന് പറയുന്നത് തുലാസിലാക്കി എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അവസാനം പ്രധാനമന്ത്രിക്ക് മുഖരക്ഷിക്കാൻ വേണ്ടി ചെയ്ത പണി ഇതിന്റെ ഈ CBSE ഡയറക്ടറെയും അതുപോലെ തന്നെ സെക്രട്ടറിയും അതിൽ നിന്ന് മാറ്റി. ഇത് തന്നെ സംഭവിച്ചേക്കുന്നത്. വേറെ 2 ആളുകൾ നിയമിച്ചു. എന്നിട്ടൊരു ഏകാംഗ കമ്മിറ്റിയെ വെച്ചു ഇത് അന്വേഷിക്കാൻ. അതാ ചെയ്തേക്കുന്നത്. ഇതൊക്കെ മുഖം രക്ഷിക്കാനുള്ള പരിപാടി എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല. പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ ഈ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ആളെ രാജിവെപ്പിക്കണം. അയാളെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. ചിലപ്പോ ഇനിയിപ്പോ മന്ത്രിസഭ രൂപീകരണം, അതായത് മന്ത്രിസഭ ഉടച്ചു പറക്കുന്ന രീതി വരുന്നു എന്ന് പറയുന്നത് കേട്ടു. അങ്ങനെ ഉള്ളപ്പോഴെങ്കിലും ശരി, ഇയാളെ എടുത്ത് പുറത്ത് കളയണം. അതാ ചെയ്യേണ്ടത്. ഇത് വളരെ മോശമായി പോയി. നാടിന് നാണക്കേടായിപ്പോയി.